ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഗ്രൂപ്പിലെ സ്നേഹ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നബി തിരുമേനിയോടുകൂടി മതം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തിനാണ് പ്രവാചകൻ എന്ന ഒരു തത്വം കൂടി താങ്കൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരേ മതത്തിൽ തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ വന്നിട്ടില്ലേ? ഒരേ ഗ്രന്ഥത്തെ പിൻപറ്റി പല പ്രവാചകന്മാരും വന്നു. ഖുർആൻ തന്നെ പറയുന്നതാണല്ലോ, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വ നൂറുൻ യഹ്കുമു ബിഹൻ നബിയൂൻ. സൂറ മാഇദയിലെ ആയത്താണ്. തൗറാത്തിനെ പിൻപറ്റി പല നബിമാരും വന്ന് അവർ തൗറാത്ത് അനുസരിച്ച് വിധി കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുപോലെ വഖഫൈന മിൻ ബഅദിഹി റസൂൽ എന്ന ആയത്ത് വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥമുള്ളത് കൊണ്ടോ പരിപൂർണമായതുകൊണ്ടോ അള്ളാഹുവിൽ നിന്നും ഒരു വ്യക്തിയെ നിയോഗിക്കുന്നതിന് അത് തടസ്സമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞുകൂടാ. കാരണം താങ്കൾ ഉന്നയിച്ച ഈ കാര്യം നബി തിരുമേനിയുടെ കാലത്ത് തന്നെ ഒരു സഹാബി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സിയാദ് ഇബ്നു ലബീദ് എന്നാണ്. അപ്പോൾ ഇഖ്തിലാസുൽ ഇൽമിനെ കുറിച്ചുള്ളൊരു ഹദീസുണ്ട്, തിർമിദിയിലെ ഹദീസുണ്ട്. അതിങ്ങനെയാണ്, സിയാദ് ഇബ്നു ലബീദ് പറഞ്ഞു റസൂൽ തിരുമേനിയുടെ ഒരു മജ്ലിസിൽ അതിൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും ഇൽമൊക്കെ നശിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള സംസാരമായിരുന്നു. അപ്പോൾ അവിടെ പറയാണ്, ഫഖാല സിയാദ് ഇബ്നു ലബീദ് അൽ അൻസാരിയു കൈഫ യുഖ്തലസു മിന്നാ വഖദ് ഖറഅന അൽ ഖുർആന ഫവല്ലാഹി ലനഖറഅന്നഹു വലനുക്രിഅന്നഹു നിസാഅന വഅബ്നാഅന. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങനെ ഇൽമ എങ്ങനെയാണ് അങ്ങനെ അവസാനിച്ചു പോവുക? നമ്മളടുത്ത് ഖുർആൻ ഉണ്ടല്ലോ, ഖദ് ഖറഅന അൽ ഖുർആൻ, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്. വല്ലാഹി ലനഖറഅന്നഹു, നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരും ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഖുർആൻ ഉള്ളിടത്തോളം കാലം പിന്നെ എന്തിനാണ് വേറെ എന്തെങ്കിലും ആവശ്യം? ഇങ്ങനെയൊന്നും സംഭവിക്കുമോ? ഇൽമൊക്കെ പിന്നെ എടുത്ത് കളയപ്പെടുമോ എന്ന് ചോദിച്ചു. റസൂൽ തിരുമേനി പറഞ്ഞു, ഫഖാല സഖിലത്ക ഉമ്മുക യാ സിയാദ്. എന്തൊരു മണ്ടത്തരാണ് സിയാദ ഈ പറയുന്നത് എന്ന്. അതാണ് മലയാളത്തിൻ്റെ അർത്ഥം, നമുക്ക് പറയാൻ എളുപ്പമുള്ള അർത്ഥം. എന്തൊരു മണ്ടത്തര സിയാദയെ താങ്കൾ ഈ പറയുന്നത്. ഇൻ കുന്തു ലഅഉദ്ദുക മിൻ ഫുഖഹാഇ അഹ്ലിൽ മദീന. ഞാനാകട്ടെ താങ്കളെ മദീനക്കാരിൽ വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിട്ടാണ് താങ്കളെ ഞാൻ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഹാദിഹി തൗറാത്തുൽ ഇൻജീലു ഇൻദൽ യഹൂദ് വന്നസാറ ഫമാദാ തുഗ്നി അൻഹും. യഹൂദികളെടുത്ത് ഈ തൗറാത്ത് ഇൻജീലൊക്കെ അല്ലേ, എന്നിട്ട് അത് വല്ല ഗുണം ചെയ്തു അവർക്ക്? തിരുമതിയുള്ള ഹദീസാൻ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം അതിൽ പറയുന്നത് കിതാബ്, പരിപൂർണ കിതാബ് ഉണ്ട് എന്നതുകൊണ്ട് അത് ഗുണമല്ല, അത് ഓതിക്കൊണ്ടിരിക്കുന്നു എന്നതും മാത്രം പോരാ, മറിച്ച് ഇങ്ങനെയുള്ള ഇൽമ് എടുത്തപ്പെടുന്ന സമയം വരും. അപ്പോൾ തീർച്ചയായും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആൾ വേണം. ലൗക്കാനൽ ഇൽമു ഇൻദ സുറയ്യ ലനാലഹു റിജാലുൻ ഔ റജുലുൻ മിൻ ഹൗല എന്ന ഹദീസും ഉണ്ട്. ലൗക്കാനൽ ഈമാനു ഇൻദ സുറയ്യ ലനാലഹു എന്ന ഹദീസും വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിനെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് വിഷയം വീണ്ടും സൂറത്ത് ജുമയിലെ ആയത്ത് പ്രതിപാദിക്കുമ്പോൾ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. സൂറ ആലി ഇമ്രാനിലെ ആയത്തിനെ കുറിച്ചാണ് ചർച്ച. യഥാർത്ഥ വിഷയം അത് ഈ ഉമ്മത്തിൽ അള്ളാഹു ഇനി ആരെങ്കിലും അയക്കും എന്നുള്ളതിന് ഉത്തരം അള്ളാഹു തന്നെ പറയുകയാണ്. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. നല്ലതിൽ നിന്ന് ചീത്തയെ, അതായത് ഇവിടെ പറയുന്നത് പിന്നെ ഉമ്മത്തെ മുഹമ്മദിയെ കുറിച്ചാണ് പറയുന്നത്. അലാ മാ അൻതും അലൈഹി, നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ. ആരാണ്? ഉമ്മത്തെ മുഹമ്മദിലുള്ള ആളുകൾ. ഹത്ത യമീസൽ ഖബീസ മിനത്ത് ത്വയ്യിബി, നല്ലതിൽ നിന്ന് ചീത്ത, അതായത് ഉത്തമന്മാരിൽ നിന്ന് അധമന്മാരെ വേർതിരിക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ വിട്ടുകളയുകയില്ല തന്നെ എന്ന്. എന്നിട്ട് പറയാൻ, അദൃശ്യകാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തരുകയുമില്ല. വലാകിൻ അല്ലാഹു യജ്തബി മിൻ റുസുലിഹി മൻ യശാ, എന്നാൽ അള്ളാഹു തൻ്റെ ദൂതന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരെ അവൻ തിരഞ്ഞെടുക്കുന്നു. വഇൻ തുഅ്മിനു വതത്തഖൂ ഫലക്കും അജ്റുൻ അദീം. അപ്പോൾ ഈ ഉമ്മത്തിലുള്ള മുസ്ലിങ്ങളോടാണ് അള്ളാഹു സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് എന്നത് തികച്ചും വ്യക്തമാണ് ഈ ആയത്തിൽ. അല്ലാതെ ഒരു പൊതു തത്വമല്ല പറയുന്നത്, മുമ്പ് സംഭവിച്ച കാര്യമല്ല പറയുന്നത്. പിന്നെ ഈ ആയത്ത് ഇറങ്ങിയത് ഏകദേശം റസൂൽ തിരുമേനിക്ക് അള്ളാഹു നുബുവത്ത് കൊടുത്തതിന് 13 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ മക്കയിൽ തന്നെ അതിന് മുമ്പ് തന്നെ രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യസ്തമായി കാണിച്ചിട്ടുണ്ട്. യമീസൽ ഖബീസ മിനത്ത് ത്വയ്യിബി എന്നുള്ളത് നല്ലവരെയും ചീത്തയവരെയും അള്ളാഹു വേർപ്പെടുത്തിയിട്ടുണ്ട്. അബൂജഹൽ, ഉത്ബ, ഷൈബ എന്നൊരു കൂട്ടരും ഉണ്ടായിരുന്നു അവിടെ. അവരിൽ നിന്ന് തന്നെ, ആ കൂട്ടരിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി വരെയും വേർതിരിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ ആവശ്യം എന്താണ്?
അപ്പോൾ ഈ ഉമ്മത്തിൽ ഇങ്ങനെയുള്ള ഹബീസിനെ ത്വയ്യിബെന്ന് വ്യത്യാസം മാറ്റി കാണിക്കേണ്ട കാലം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ നിയമിക്കുമെന്നാണ് ഈ പറയുന്നത്. വ്യക്തമാണ്. അതിനുള്ള തെളിവായിട്ട് മറ്റൊരായത്താൽ ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദൻ എന്ന് പറഞ്ഞ കൊണ്ടാണ് ഞാൻ അടുത്ത ആയത്ത് വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം എന്നുള്ള ആയത്തോതിയത്. ആ ആയത്തോതിട്ട് അതിൻ്റെ അർത്ഥം വ്യക്തമായി അവിടെ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഉപോത്ബലകമായി മഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നതിനുള്ള ആയത്തും അവിടെ പറഞ്ഞു. ഇതിൻ്റെ മറുപടിയിൽ നമ്മുടെ ബഹുമാന്യ സലാഹി സാഹബ് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്, ഇനി വേണമെങ്കിൽ ഇനി ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല. സൂറ നിസായിലെ ആയത്തിന് വമൻ യുതിഇല്ലാഹു വറസൂലക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ആ വിശദീകരണം കൃത്യമായി വരുമ്പോൾ അതിന് മറുപടി പറയുന്നതായിരിക്കും. പിന്നെ ഇദ്ദേഹം ഇമാമക്കും എനിക്കും എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞു. ഇമാമക്കും എനിക്കും അത് നിങ്ങൾ ഇമാമായിരിക്കും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തുണ്ട് എന്നൊരു ചിന്ത മനസ്സിലുണ്ട്, മരിച്ചിട്ടില്ല. ഈസാ നബിനെ രണ്ടാമത് വരും എന്നുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണുന്ന ഹദീസുകളൊക്കെ അതിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഈസാ നബി വരുന്ന സമയത്ത് ഒരു റജുലുൻ സാലിഹ് ഒരു ഇമാമത്ത് ചെയ്യുന്ന സമയം ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം മാറുന്നുണ്ട് ഈസാ നബിയോട് ഇമാമത്ത് ചെയ്യാൻ പറയുന്നൊക്കെ ഹദീസ് ഉണ്ട്. അവർ റജുലുൻ സാലിഹും അമീറുഹും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ ഇമാം മഹദി എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പിടിച്ച് ഇമാം മഹദിയാക്കി. ഈസാ നബി വേറെയാണ്. അപ്പോൾ ഈസാ നബി വേറെ ആയിരിക്കും, ഇമാം മഹദി വേറെ ആയിരിക്കും. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഖുർആൻ കൊണ്ട് വ്യക്തമാണ് മുമ്പുള്ള ഉമ്മത്തുള്ളവരെ അള്ളാഹ് അങ്ങോട്ട് അയക്കില്ല, അതുപോലുള്ളവരെ അയക്കുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞ ആയത്ത് ഞാൻ ഇട്ടു. അതുപോലെ തന്നെ മുമ്പ് വന്ന ഈസാ നബി മരിച്ചുപോയെന്ന് വ്യക്തമായി ഖുർആൻ പറയുന്നു. പിന്നെ ഒരു ഹദീസിലുണ്ട്, ജലാലുദ്ദീൻ സുയൂത്തി അൽ ഖസായിസുൽ കുബ്രയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അഹമ്മദ് ജമാഅത്ത് കൊണ്ടുവന്നുണ്ടാക്കിയ ഹദീസല്ല. അതിൽ മൂസാ നബിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഉമ്മത്തെ മുഹമ്മദിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആളുകളും എങ്ങനെയുള്ളവരാന്നൊക്കെ ആ ഉമ്മത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മൂസാ നബി എന്താ പറയുക? ഇലാഹി ഇജ്അൽനി നബിയ്യത്തിൽ കൽ ഉമ്മ, പടച്ചോനെ എന്നെ ആ ഉമ്മത്തിലെ നബിയാക്ക് എന്ന്. ഖാല നബിയുഹാ മിൻഹും, അപ്പോൾ അള്ളാഹ് പറയും അവരുള്ള ആ ഉമ്മത്തിലുള്ള നബി അവരിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ മൂസാ നബി ഇജ്അൽനി മിൻ ഉമ്മത്തി ദാലിക നബി, എന്നെ ആ നബിയുടെ ഉമ്മത്ത് നിന്നാക്കാൻ. പിന്നെ മൂസാ നബി വീണ്ടും പറയും, ആദ്യം ഉമ്മത്ത് നിന്നാക്കാൻ വേണ്ടി പറയും, പിന്നെ ആ നബിയുടെ ഉമ്മത്ത് നിന്നാക്കാൻ വേണ്ടി പറയും. അപ്പോൾ അള്ളാഹ് പറയും ഇസ്തഖ്ദംത വസ്തഅഖറു യാ മൂസ, നിങ്ങൾ മുമ്പ് വന്നവരിൽപ്പെട്ടവരാണ്, അവർ പിന്നെ വരുന്നവരാണ്. വലാകിൻ യാ മൂസ സഅജ്മഉ ബൈനക വബൈനഹു ഫീ ദാറിൽ ജലാൽ, എന്നാലും മൂസ ഞാൻ ഇൻഷാല്ല താങ്കളെയും അദ്ദേഹത്തെയും ദാറുൽ ജലാൽ ഇൻഷാല്ല ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കുമെന്ന് ഒരു സമാധാനത്തിന് അങ്ങനെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ ഒന്നായി തീരും ഇൻഷാല്ല. സ്വർഗത്തിൽ പോകുന്നവരെ താങ്കൾ ഉമ്മത്തൂട്ടുകൊണ്ട് മറ്റൊരു ഉമ്മത്തിൽ വരാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് മൂസാ നബിയോട്. അപ്പോൾ മൂസാ നബി ആവശ്യപ്പെട്ടിട്ടും അള്ളാഹു ഈ ഉമ്മത്തിലേക്ക് അയച്ചിട്ടില്ല, വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈസാ നബിയെ ജീവിപ്പിക്കുകയും അദ്ദേഹം ഈ ഉമ്മത്തിൽ വരികയും അദ്ദേഹം അന്ത്യപ്രവാചകനാവുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഥ ഉണ്ടാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. തികച്ചും ഖുർആൻ 100% വിരുദ്ധമാണ് ഇതെല്ലാം. പിന്നെ അതിനുശേഷം അദ്ദേഹം ഞാൻ പറഞ്ഞ ഹദീസുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഹദീസുകൾ തന്നെ തിരിച്ചെടുത്ത് ഇട്ടതാണ്. അതിനെ വീണ്ടും വിഷയമാക്കി ഇമാമക്കും എനിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു നാസിലുൻ ലൈസ ബൈനി വബൈനഹു നബി എന്നൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വരുന്നൊക്കെ ഈസാ നബി തന്നെയാണ് വരിക എന്ന് അദ്ദേഹം വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ആ വിഷയം നമുക്ക് പറഞ്ഞാൽ ആ വിഷയത്തെ എല്ലാം ഒതുങ്ങും. ഞാൻ തയ്യാറാണ് ആ വിഷയത്തോട് സംസാരിക്കണമെങ്കിൽ കൃത്യമായി അതെടുത്ത് സംസാരിക്കാം, ബാക്കിയൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട്. ഇവിടെ മുമ്പ് ബനി ഇസ്രായേലിലേക്ക് വന്നത് ഒരു മരിച്ചു പോയൊരു വ്യക്തി രണ്ടാമത് വരും, അപ്പോൾ അദ്ദേഹം ആയിരിക്കും അവസാനത്തെ പ്രവാചകൻ എന്ന് അദ്ദേഹം വരികയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത് മുമ്പ് വന്ന ആളായതുകൊണ്ട് രണ്ടാമത് വന്നാലും അവസാനത്തെ ആളാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങേറ്റം വോയിസുകൾ പറഞ്ഞു. അതിന് വേണ്ടി ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ കല്യാണത്തിന് വന്നു, പറയാൻ ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി സ്വലാം കല്യാണത്തിന് വന്നു, ചോറൊക്കെ തിന്ന് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് വന്നപ്പോൾ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ ഈസാ നബി വീണ്ടും വന്നു. അപ്പോൾ ആരാണ് അവസാനം കല്യാണത്തിന് വന്നത് എന്നുള്ളത്? എൻ്റെ കണക്കിൽ അവസാനം പോയാണ് അവസാനം വന്നത്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു ഒന്നിലധികം തവണ, 2 തവണ. 1966 മുതൽ 77 വരെ പ്രധാനമന്ത്രി ആയിരുന്നു. അതിനുശേഷം 2 പേർ വീണ്ടും പ്രധാനമന്ത്രിയായി.
പിന്നെ 1980 പിന്നെ വീണ്ടും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി 1984 ഒക്ടോബർ 31 വരെ. 1984 സെപ്റ്റംബറിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ, ഞാനുണ്ടായിരുന്നു, താങ്കളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരാൾ ചോദിക്കാൻ ഇന്ത്യൻ്റെ നിലവിലുള്ള അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ്, എന്താ പറയുക, ഇന്ദിരാഗാന്ധി എന്ന് പറയുമോ അതോ ഇന്ദിരാഗാന്ധി രണ്ടാമത് വന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേര് പറയാതെ തൊട്ട് മുമ്പ് വന്ന ചരൺ സിംഗ് എന്ന് പറയുമോ? താങ്കളാണെങ്കിൽ പറയും ചരൺ സിംഗ് ആണെന്ന്, ബാക്കി എല്ലാവരും പറയും ഇന്ദിരാഗാന്ധിയാണ് എന്ന്. അതാണ് അതിൻ്റെ വാസ്തവം. ഈ വോയിസ് നമ്മുടെ ബഹുമാന്യ സലാഹി സാബ് പറയുന്നത്, ഞാൻ നേരത്തെ ഓതിയിട്ടൊരു ആയത്തിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത്. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്ന സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്ത്. അദ്ദേഹം പറയുന്നത് ഇതിൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ പ്രത്യേകിച്ച് സഹാബാക്കളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലാതെ 1300 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. ആരാണ് കാര്യം ചോദിച്ചത്? ഞാനിവിടെ ആ വിഷയം എടുത്തിട്ടേ ഇല്ല. ഇത് കൊണ്ടാരോ പറഞ്ഞ പോലെ തേങ്ങ കച്ചവടക്കാരൻ്റെ മകനെ 1-ാം ക്ലാസ്സിൽ ചേർത്ത് അവിടെ മാഷ് ചോദിച്ചു, ഒന്നും എത്രയാണ് മോനെന്ന് ചോദിച്ചപ്പോൾ 2 തേങ്ങ എന്ന് പറഞ്ഞു. ഒന്നും 2 തേങ്ങ. മനസ്സിൽ തേങ്ങയാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ഇവിടെ മനസ്സിൽ ഈ കാര്യമാണ്, ഇവർ അഹമ്മദിയ ജമാഅത്ത് വന്നു 1300 വർഷത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ വാദിച്ചു എന്നൊക്കെയാണ് മനസ്സിൽ. ഇവിടെ ഞാൻ വൈജ്ഞാനികമായ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇവിടെ വിഷയം എന്തായിരുന്നു? ഈ ഉമ്മത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മുമ്പത്തെ ഉമ്മത്തിൽ വന്നവരെ പോലെ ആയിരിക്കും, മുമ്പ് വന്നവരെ തന്നെ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള തെളിവായിട്ടാണ് ഈ ആയത്ത് പറഞ്ഞത്. അല്ലാതെ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുക 1300 വർഷത്തിന് ശേഷം അതൊന്നും അത് ഞാൻ പറഞ്ഞിട്ടില്ല. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, മുസ്ലിങ്ങളെ ഖലീഫമാരാക്കും എപ്രകാരം അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയോ അതുപോലെ. അല്ലാതെ മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയവരെ തന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്ന് അവരെ ഖലീഫയാക്കും എന്നല്ല ഈ ആയത്തിൽ പറയുന്നത്, മറിച്ച് അവരെ പോലെ കെമ. അപ്പോൾ ഈ കെമ എന്ന പദം വന്നതുകൊണ്ട് ഈസാ നബിക്ക് രണ്ടാമതോടെ വരാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ആകുമ്പോൾ അവരെ തന്നെ ഖലീഫമാരാക്കുകയാണല്ലോ ചെയ്യുന്നത്. കാരണം ഈസാ നബി ഖലീഫയാണ് ഈ ഉമ്മത്തിലെന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങോട്ടൊന്നും വിഷയം ഇപ്പോൾ കൊണ്ടുപോകണ്ട. അത് ആ വിഷയം വരുമ്പോൾ ഖിലാഫത്തിനെ കുറിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെടുത്ത് സംസാരിക്കാം. ഞാൻ കൊടുത്ത ഉദാഹരണങ്ങൾ പല സ്ഥലങ്ങളിലും 40ഓളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാത്തം എന്നത് സർവ്വനാമത്തോട് ചേർന്ന് വരുമ്പോൾ അതിനർത്ഥം ആ കൂട്ടരിൽ ശ്രേഷ്ഠൻ, പരിപൂർണൻ എന്നൊക്കെ അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പലതും പറയാറുണ്ട്, പുകഴ്ത്തിക്കൊണ്ട്. ഉദാഹരണം CM മടവൂരിനെ പടച്ചോനാക്കിയ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പടച്ചോനാവോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതാ പറയുന്നവരും കേൾക്കുന്നവരുടെയും അവരുടെ ബുദ്ധി എത്രമാത്രം അത് കണ്ട് എത്രമാത്രം അവർക്ക് ഉള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഖാത്തമുൽ ആലിഹ എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ പറയുന്നവർക്കും കേൾക്കുന്നവരുടെയും ആ അവസ്ഥ ആർക്കും മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് എനിക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അറബി ഭാഷയിൽ ഉപയോഗപ്പെടുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വരുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ പല ഗ്രന്ഥങ്ങളിലും അറിയപ്പെട്ട ഉദാഹരണങ്ങളാണത്. അതിലുപരിയായി ഈ ശൈലി റസൂൽ തിരുമേനി ഉപയോഗിച്ചതായിട്ടും റിവാത്തുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്ന് തിരിച്ചു വന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ തിരുമേനിയോട് അനുവാദം ചോദിച്ചു മക്കയിലേക്ക് പോവാൻ. ഇസ്തഅദനൽ അബ്ബാസു അൻ യഅദന ലഹു അൻ യർജിഅ ഇലാ മക്ക ഹത്താ യുഹാജിറ മിൻഹ. അങ്ങനെ മക്കയിൽ പോയിട്ട് ഹിജ്റത്ത് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ യുദ്ധാവസ്ഥയിൽ ഇങ്ങനെ വന്നു പെട്ടതാണല്ലോ, അങ്ങനെ വരാതെ ഹിജ്റത്ത് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഫഖാല ഇത്മഇൻ യാ അമ്മി ഫഇന്നക ഖാത്തമുൽ മുഹാജിരീൻ കമാ അന ഖാത്തമുൻ നബിയീൻ. വിഷമിക്കേണ്ട എൻ്റെ എളാപ്പ അല്ലെങ്കിൽ അമ്മി, താങ്കൾ ഖാത്തമുൽ മുഹാജിരീനാണ് എപ്രകാരം ഞാൻ ഖാത്തമുൻ നബിയാണോ അതുപോലെ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ തിരുമേനി ഖാത്തമുൽ മുഹാജിരീൻ എന്ന് പറഞ്ഞതായി അബൂ യഅല റിവായത്ത് ചെയ്യുന്നു, അശ്ശാശി റിവായത്ത് ചെയ്യുന്നു. അവരുടെ മുസ്നദുകളിൽ ഈ റിവായത്ത് കാണാൻ പറ്റും. അപ്പോൾ റസൂൽ തിരുമേനിയും CM മടവൂരിനെ കുറിച്ച് പറഞ്ഞവരെ പോലത്തെ കൂട്ടത്തിൽ റസൂൽ തിരുമേനി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ താങ്കൾ പറയുന്നത്? ഇത് ഭാഷാ ശൈലിയാണ്, റസൂൽ തിരുമേനി ഉപയോഗിച്ച ഭാഷയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാത്തമുൽ മുഹാജിരീൻ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു ശേഷം ഒരു ഹിജ്റത്തും നടക്കുന്നില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഹദീസ് വെച്ചിട്ട് ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അലി റളിയല്ലാഹുവിനെ കുറിച്ച് വഅൻത യാ അലി ഖാത്തമുൽ ഔലിയ എന്നതായിട്ടും റിവായത്തുകളുണ്ട്. ഇനി അത് ഷിയ ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട, നമ്മൾ അഹമ്മദിലാരും കൊണ്ടുവന്ന ഗ്രന്ഥമല്ല, മുമ്പേ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിലാണ് ഹദീസുള്ളത്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്
ബസാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്, മുസ്നദ് ബസാറിൽ. എന്താണ്? അന ഖാത്തമുൽ അംബിയ വ മസ്ജിദി ഖാത്തമു മസാജിദിൽ അംബിയ. ഞാൻ ഖാത്തമുൽ അംബിയ ആണ്, എൻ്റെ പള്ളി നബിമാരുടെ പള്ളികളിൽ ഖാത്തമാണ്, ഖാത്തമു മസാജിദിൽ അംബിയ. അപ്പോൾ റസൂൽ തിരുമേനിയുടെ മദീനയിലെ പള്ളിക്ക് ശേഷം ഒരു പള്ളി ഉണ്ടാക്കാൻ പാടില്ലേ? തീർച്ചയായും പറ്റും. ആ പള്ളിക്ക് അനുസരിച്ച് അതിലായിക്കൊണ്ട്, അതിലടങ്ങിയതായിട്ടുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ മറ്റൊരു അഖീദ വെക്കാത്ത പള്ളികളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനായത്. ഈ രൂപമാണ് ഖാത്തമുൽ മുഹാജിരീൻ, ഖാത്തമുൽ ഔലിയ, ഖാത്തമുൽ ശുറ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഉദാഹരണത്തിലൊക്കെ ഇവർ പറയുന്നത്, ഈ 40 ഉദാഹരണത്തിലും പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ 40 ആളും പരിപൂർണതയിലെത്തിയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന്. ആ പറയുന്ന ആൾക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവരാണ് ശ്രേഷ്ഠൻ. ആ കാര്യത്തിൽ പദ്യത്തിൽ മുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമുക്ക് പറയാം, നിങ്ങളൊരു കവിയാണെങ്കിൽ ഈ കവിയെ കണ്ട് പഠിക്കുക, ഇദ്ദേഹം ഖാത്തമുൽ ശുഅറാണ്. മുഹദ്ദിസീനാണെങ്കിൽ ഇദ്ദേഹം ഖാത്തമുൽ മുഹദ്ദിസീനാണ്, ഇദ്ദേഹത്തെ കണ്ട് ഹദീസ് പഠിക്കും നിങ്ങൾ. ആ അർത്ഥത്തിൽ എല്ലാവരും ഉപയോഗിച്ചു വന്നു. അവർ ശ്രേഷ്ഠർ തന്നെയായിരുന്നു അവരവരുടെ കാലങ്ങളിൽ, അല്ലെങ്കിൽ അത് സംശയവുമില്ല. പക്ഷെ ഒരിക്കലും തന്നെ അവരാരും ഇനി ഒരാളും ഇങ്ങനെ ആൾ വരില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഖാത്തമുൽ ശുഅറ എന്ന് പറഞ്ഞ ശേഷം ഇനി വേറെ തരത്തിലുള്ള ശുഅറാക്കളൊന്നും വരില്ല, ആരും ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുമില്ല. ഇനി പറഞ്ഞെങ്കിൽ തന്നെ അത് ലാ നബിയ ബഅദി എന്ന പോലെ ആകുമ്പോൾ അതും പുകഴ്ത്താനുള്ളത് തന്നെയായിരിക്കും. പക്ഷെ റസൂൽ തിരുമേനിക്ക് പിന്നെ റസൂൽ തിരുമേനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അള്ളാഹ് പറയുന്നതാണ്, അത് അങ്ങേയറ്റം അറിവുള്ള ആളാണ്, അത് എല്ലാ കാലത്തേക്കും എപ്പോഴേക്കുള്ളൊരു സംസാരമാണ്. ഇവിടെ ഞാൻ വ്യക്തമായി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഖാത്തം എന്നതും ആഖിർ എന്നതും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. മർവാൻ ഇബ്നു മുഹമ്മദ് ഖാത്തമു ഖുലഫായി ബനി ഉമയ്യ എന്ന് പറഞ്ഞാൽ ആ വാചകം ശരിയാണോ എന്ന്. അപ്പോൾ അദ്ദേഹം അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, മൗനം സമ്മതമാണ്, അത് തെറ്റാന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു അൽ അവ്വലു വൽ ആഖിർ എന്നുള്ളിടത്ത് അൽ അവ്വലു വൽ ഖാത്തം എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചിരുന്നു. അതുപോലെ അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ, ഏറ്റവും അവസാനത്തെ ദിവസമാണല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്കറിയില്ല, അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല, അവസാനത്തെ നാളാണ്. അതിന് ഖാത്തമുൽ അയ്യാം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം അതിനൊക്കെ ഉത്തരം അദ്ദേഹം ഏകദേശം മൗനം സമ്മതം പോലെ പറയുന്നുണ്ട്. ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വോയിസിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സഹോദരങ്ങൾക്ക് ഈ വോയിസ് കേട്ടാൽ അതിന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് അതിൽ ഞാൻ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്നാണ്. ഒരു ആരോപണമില്ല, ഇത് ഇൽമിയായിട്ടുള്ള വൈജ്ഞാനികമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, ഭാഷാപരമായിട്ട്. അതിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് മറുപടി ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? ഖാത്തമായ ഒരാൾക്ക് ആഖിറാവാൻ പറ്റുമോ എന്നതാണ് ചോദ്യം, അല്ലാതെ ആഖിറിന് ഖാത്തമാവാൻ പറ്റുമോ എന്നല്ല എന്ന്. അപ്പം എന്താ ഉത്തരം? എന്താ? ഭാഷാപരമായി പറയുകയാണെങ്കിൽ ആഖിറായ എല്ലാവർക്കും ഖാത്തമാവാൻ പറ്റില്ല. ആഖിറായ എല്ലാവർക്കും ഖാത്തമാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞ ഇത്രയും സമയം ഈ ആഖിർ എന്ന സ്ഥലത്തൊന്നും ഖാത്തം എന്ന് എഴുതിയാൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഖാത്തമായ ഒരാൾക്ക് ആഖിറാവണമെങ്കിൽ അത് മജാസി രൂപത്തിലേ പറ്റുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആഖിറായ എല്ലാവർക്കും ഖാത്തമാവാനാവില്ല. അക്കാരണത്താൽ ഖാത്തമായ ഒരാൾക്ക് പരിപൂർണമായും ആഖിറാവാൻ പറ്റില്ല, മജാസി ആയിട്ട് ആഖിറാവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് റസൂൽ തിരുമേനിയെ കുറിച്ച് ഖാത്തമുൻ നബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആഖിറുൻ നബി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു പ്രശ്നവുമില്ല. ഇത്രയും കാലം നമുക്ക് തർക്കിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ അവിടെ ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞു. അൽ യൗമുൽ ആഖിർ, അന്ത്യനാളിനെ കുറിച്ച് അൽ ആഖിർ എന്നും പറഞ്ഞു. അള്ളാഹു അവ്വലുമാണ് ആഖിറുമാണ്, അവിടെ ആഖിർ എന്ന് പറഞ്ഞു, അവിടെ ഖാത്തം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും കാര്യം കൃത്യമായി മനസ്സിലാക്കാം. ഈ ഖാത്തം എന്ന് പറയാൻ കാരണം എന്താണ്? ഖാത്തമിൻ്റെ മറ്റുള്ള പദങ്ങൾ, അർത്ഥങ്ങൾ അതുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഖാത്തം ഒരു സർവനാമത്തോട് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അറബികളിൽ ഉപയോഗിക്കുന്ന ശൈലി, ആ അർത്ഥത്തിനുണ്ട്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മുടെ ബഹുമാന്യ സലാഹി സാഹിബ് പറയുന്നത് സൂറ ഗാഫിറിലെ 34-ാമത്തെ ആയത്താണ്. പലതവണ ചർച്ച ചെയ്തു, അതുകൊണ്ട് ഇനി കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പലതവണ വിശദീകരണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ, ഇത് ബനി ഇസ്രായേലർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന്. അതല്ലാതെ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് കെദാലിക്ക എന്ന വാക്കിനാണ് പ്രശ്നം. അല്ല, കെദാലിക്ക മാത്രമല്ല,
കെദാലിക യുദില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ് എന്നതിൽ ഓരോ പദവും ഓരോ കെലിമത്തും വിളിച്ചു പറയുന്ന എന്താണ്? ഇത് മുന്ന് കഴിഞ്ഞ കാലത്തേക്ക് പറഞ്ഞതാണെങ്കിലും ഇത് എന്നേക്കുമായുള്ള പാഠമാണ് എന്നാണ്. അതല്ലെങ്കിൽ കെദാലിക്ക എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? ബനി ഇസ്രായേലിലേക്ക് കഴിഞ്ഞില്ല അവിടെ. കെദാലിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ എന്തോ ഉണ്ട് എടുത്ത് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അന്ന് അപ്രകാരം സംഭവിച്ചതിന് ഇപ്രകാരം എന്ന് പറയുമ്പോൾ ഈ പ്രകാരം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം. പിന്നെ യുദില്ലുല്ലാഹു, അള്ളാഹു പിന്നെ ദലാലത്തിലാക്കുന്നു അല്ലെങ്കിൽ ആക്കുന്നവനായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇവിടെ യുദില്ലു മുദാരിയാണ്, അതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവാണ് അന്നുണ്ട് ഇന്നുണ്ട് ഫായില്. പിന്നെ മഫൂൽ ബിഹി മൻ ഹുവ മുസ്രിഫു മുർത്താബ് എന്ന് പറഞ്ഞ് നെക്കിറയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണോ മുസ്രിഫു മുർത്താബ് അവരൊക്കെ. അതല്ലെങ്കിൽ ആ ഒരു കൗമിനെ മാത്രം എടുത്ത് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അവിടെ കഴിഞ്ഞില്ലേ പ്രശ്നം? അപ്പം ഈ വരി മൊത്തം വിളിച്ചോതുന്നത് ഇത് പൊതുതത്വമാണ്, ഭാവിയിലും സംഭവിക്കുമെന്നാണ്. അപ്പോൾ ഇതൊരൊറ്റ വാക്ക് പോലുമില്ല ഇത് മുൻകഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് എന്നതിലേക്ക് സൂചന നൽകുന്നതായിട്ട്. പിന്നെ അറിയേണ്ട പോയിന്റുകൾ: ഒന്ന്, യൂസുഫ് നബിയുടെ കാലത്തെ സംഭവമാണ് ഉദാഹരിച്ചുകൊണ്ട് മൂസാ നബിയുടെ കാലത്ത് പറയുന്നത്. ആ ഒരു തെളിവ് പോരെ? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പിന്നെ മുദാരിയിലാണ് കെദാലിക യുദില്ലാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ സംഭവിച്ചത് ഇനിയും സംഭവിക്കും. പിന്നെ നബിമാരുടെ ചര്യ ഇങ്ങനെ തന്നെയാണ്. ഓരോ നബിമാർ വരുമ്പോൾ റസൂൽ തിരുമേനിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ റസൂലെ, മുമ്പ് വന്ന നബിമാരോട് പറയപ്പെട്ടതൊക്കെ തന്നെയാണ് താങ്കളോടും പറയുന്നത് എന്ന്. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക. താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോടൊക്കെ എന്തൊക്കെയാണോ ആളുകൾ പറഞ്ഞത് അതൊക്കെ തന്നെ താങ്കളോടും പറയാന്ന്. അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. പിന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞു, താങ്കൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സൂറ ജിന്നിൽ ആയത്ത് എടുത്തുകൊണ്ട് റസൂൽ തിരുമേനിയുടെ കാലത്ത് ചില ജിന്നുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം കേട്ട ശേഷം സ്വന്തം സമുദായത്തിലേക്ക് പോയി അവിടുത്തെ ആളുകളോട് പറയുന്ന കാര്യമാണ്. എന്താ പറഞ്ഞത്? നിങ്ങളെപ്പോലെ തന്നെ ഈ മനുഷ്യന്മാരും ചിന്തിച്ചിരിക്കുന്നത് അള്ളാഹു ഇനി ആരെയും നബിയായിട്ട് അയക്കില്ല എന്നാണ്. എന്നവർ നബി അയച്ചിരിക്കുന്നു, ഞങ്ങൾ കണ്ടിട്ടാണ് വരുന്നത് എന്ന്. വന്നഹും ദന്നു കമാ ദനന്തു അല്ലൻ യബ്അസ അല്ലാഹു അഹദ. പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പൊതുവിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യഹൂദികളിനെ ഒരു കാലത്ത് ലാ നബിയ ബഅദ മൂസ എന്നൊരു ശീലം പറയാനുള്ളത് നമ്മുടെ ചില ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇജ്മാഉൽ യഹൂദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ. അതുപോലെ തന്നെ യഹൂദ നസാറാക്കളെ കുറിച്ച് പിന്നെ ലാ യജിഉ ബഅദഹുമാ നബിയ്യുൻ എന്നൊക്കെ ഇമാം റാസിയൊക്കെ തഫ്സീറിൽ ഒമൻ അദ്ലം മിമ്മൻ ഇഫ്തറാൻ്റെ തഫ്സീർ പറഞ്ഞിടത്തൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് പൊതു തത്വമാണ്, അന്നും ഇന്നും എന്നും തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വോയിസ് പറഞ്ഞതിനും അതുപോലെ ബന്ധപ്പെട്ട് വേറെ പറഞ്ഞതിനും കൂടി ഞാൻ ചുരുക്കിയുടെ മറുപടി പറയുകയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു, ചക്ക എന്ന വാക്ക് മലയാളത്തിലാണുള്ളത്. അപ്പോൾ മലയാളികൾക്ക് ചക്കയെ നല്ല സുപരിചിതമായൊരു വാക്കാണ്. അതുപോലെ മറ്റ് മലയാളികൾ അല്ലാത്തവർക്ക് ചക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഖാത്തമുൻ നബീൻ എന്നത് അറബി പ്രയോഗമാണ്. അത് അറബി ഭാഷക്കാരാണ് അത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അറബികളോടാണ് ഖാത്തമുൻ നബീനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അവർ കാര്യം മനസ്സിലാവാറുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർ അവർ പിന്നെ മൗനം അവലംബിക്കുകയും നിങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേറെ കാരണങ്ങൾ പറഞ്ഞാണ് നമ്മൾ ജമാഅത്തിന് വിട്ടു നിൽക്കുന്നത്. അല്ലാതെ ഖാത്തമുൻ നബീൻ മനസ്സിലാകാത്തതുകൊണ്ടൊന്നുമല്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒരു അത്യാവശ്യമാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂട്ടി അവരെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ നമുക്ക് വീഡിയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ തൽക്കാലം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അറബി ഭാഷയിലുള്ള പ്രയോഗമാണ്. അതാണ് ഞാൻ ആ ഉദാഹരണങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഡിക്ഷണറി, നിഘണ്ടുക്കൾ എന്ന് പറഞ്ഞാൽ നിഘണ്ടു വായിച്ചു നോക്കിയാൽ മതി ഒരു വാക്കിനെ കുറിച്ച്. നല്ല ഇദ്ദേഹം പറഞ്ഞ പോലെ ഇബ്നു മൻദൂർ, അതിന് മുമ്പുള്ള പിന്നെ മുഫ്രദാത്ത് ഇമാം റാഗിബ്, അതുപോലെ നിഘണ്ടുക്കളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അതിൽ ഒരു വാക്കിന് അർത്ഥം പറയുമ്പോൾ ആ അർത്ഥത്തെ സ്ഥാപിക്കാനായി ആ നിഘണ്ടു എഴുതിയവർ മറ്റ് പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഷായർ ഇങ്ങനെ പദ്യത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ പദ്യം പറഞ്ഞ അർത്ഥത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷാ പ്രയോഗമാണ് വാക്കർത്ഥത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്. വാക്കിന് അർത്ഥമുണ്ട്, വാക്കർത്ഥവുമായി അതിന് ബന്ധമുണ്ട്. ഇപ്പോൾ അറബി ഭാഷയിൽ ഇപ്പോൾ ഖാത്തമിന് ഖാത്താമ ആയിട്ട് ബന്ധമില്ല എന്ന് ആരും വാദിക്കുന്നില്ല. തീർച്ചയായും ബന്ധമുണ്ട്.
അറബി ഭാഷ എന്ന് പറഞ്ഞാൽ സുലാസി മുജറദായിട്ടുള്ള 3 അക്ഷരങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്ക് നമുക്ക് ഇഷ്തിഖാഖ് എന്ന് പറയും, മുഷ്തഖാത്ത്. അതൊക്കെ പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ്. ഈ മുഷ്തഖാഖ് എന്ന് പറഞ്ഞാൽ അത് മുഷ്തഖാഖിൽ ഒരുപടി മുന്നോട്ട് പോയാൽ മുഷ്തഖാഖ് കബീറ എന്നും പറയും. അതെങ്ങനെയാണ്? ഇപ്പോൾ 3 അക്ഷരങ്ങളുടെ തിരിച്ചും മറിച്ചിട്ടാൽ കൂടി അതിൽ അർത്ഥവും തമ്മിൽ പരസ്പര അർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് അതിൽ. ഇപ്പോൾ ബക്കറ എന്ന് പറയും, ബക്കർ. ഖറബ അല്ലെങ്കിൽ ഖറുബ എന്ന് പറയും, റഖബ എന്ന് പറയും. ഇത് 3ഉം ബന്ധപ്പെട്ട് നോക്കി നോക്കുക. കുർബാനിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ബക്കറിനെ കുർബാനി കൊടുക്കും, അതിൻ്റെ റഖബിലാണ് മുറിക്കാറുള്ളത്. അതുകൊണ്ട് ഖറുബ, ഖറബ ഇലല്ലാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥത്തിൽ ഇഷ്തിഖാഖ് കബീർ എന്ന് പറയും. ഇത് അറബി ഭാഷൻ്റെ പ്രത്യേകതയാണ്. അതിലുള്ള അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ കൂടി ഒരു ബന്ധം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഖാത്തമിന് ഖത്തമായിട്ട് ബന്ധമില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമ്മുടെ വിഷയം ഖാത്തമുൻ നബീൻ എന്ന ശൈലി, ഭാഷാ ശൈലിയാണ്. അതിങ്ങനെ ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടത്. അതിന് അറബി ഭാഷയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പലതും ഞാൻ പോസ്റ്റായിട്ട് ഇവിടെ ഇട്ടത്. നമ്മുടെ ബഹുമാന്യ സലാഹി സാഹിബ് പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിലേക്ക് ഒരേ ഒരു ആയത്ത് മാത്രമാണുള്ളത്. അത് വലാകിൻ റസൂൽ അല്ലാഹി വഖാത്തമൻ നബിയ്യീൻ എന്ന ആയത്ത്, സൂറ അഹ്സാബിൽ. അപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തെളിവ് സ്വീകരിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിന് പറയാനുള്ള മറുപടി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് ആഖിറുൻ നബീൻ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഖാത്തമുൻ നബീൻ എന്നാണ് പറഞ്ഞിട്ട് ഉള്ളത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവും. അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തീരുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് പറയാനുള്ളത്, നബി തിരുമേനിക്ക് ശേഷം ഈ ഉമ്മത്തിൽ അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ തന്നെ റസൂലാക്കി നിയമിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആയത്തും നമ്മളിവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ ചർച്ച മുന്നോട്ട് പോയിട്ടില്ല, ഇനി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരം ആയത്തുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് താങ്കളും ചർച്ച അതിലേക്ക് കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ യഥാർത്ഥ കാര്യത്തിൻ്റെ ലുബ്ബ്, അതിൻ്റെ കഴമ്പ് ആളുകൾക്ക് ബോധ്യപ്പെടാൻ അത് എളുപ്പമായിരിക്കും, സമയം ലാഭിക്കാൻ പറ്റും. കാരണം ഖുർആനിൽ തന്നെ 2 കാര്യം, പരസ്പരം വൈരുദ്ധ്യങ്ങളായിട്ടുള്ള 2 കാര്യങ്ങൾ പറയില്ലല്ലോ. ലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്ന സൂറത്ത് നിസായിലെ ആയത്താണ്. അതിൽ ഇത് അള്ളാഹിൻ്റെ അടുത്ത് അല്ലായിരുന്നെങ്കിൽ അതിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ കാണാമായിരുന്നു. എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണ്. താങ്കളും ഇക്കാര്യം എപ്പോഴും എടുത്ത് പറയാറുണ്ട്.